ഹായ് ഹലോ അസ്സലാമു അലൈക്കും. ന്യൂഹ ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ കുറച്ച് ദിവസമൊക്കെ ആയി നമ്മൾ വീഡിയോ ഇട്ടിട്ടോ. ഓരോന്നൊക്കെ ഇങ്ങനെ കേൾക്കുമ്പോൾ നമുക്ക് വീഡിയോ ഒന്നും ഇടാൻ തോന്നൂല, അങ്ങനെ ഇടാതെ തന്നതാട്ടോ. അപ്പം ഇന്നത്തെ നല്ലൊരു ദിവസമാണ്, നല്ല വെയിലും വെളിച്ചമൊക്കെ ഉള്ളൊരു ദിവസം തന്നെയാണ്. ഇപ്പോൾ രാവിലെ മക്കളെ പറഞ്ഞേക്കാനുള്ള തിരക്കിലാണിപ്പോൾ. അപ്പം അങ്ങനെ ഇന്ന് നമുക്ക് ഇഡ്ഡലി ആണ് കേട്ടോ. ഇഡ്ഡലിയും പിന്നെ സവാളയും പിന്നെ തേങ്ങയൊക്കെ വറുത്തിട്ടുള്ള ചട്നി ഉണ്ടല്ലോ, അതും കേട്ടോ. പിന്നെ കുട്ടികൾക്ക് കൊണ്ടാകാനുള്ളത് എന്ന് പറഞ്ഞാൽ ഇന്ന് വെണ്ടക്ക ഫ്രൈ ചെയ്തതും മുട്ടയും ചമ്മന്തിയൊക്കെയാണ് കേട്ടോ. ചമ്മന്തിക്ക് ഞാൻ പിന്നെ ഈ തേങ്ങ വറുത്തപ്പോൾ അതിൽ നിന്ന് ഇച്ചിരി മാറ്റിയാണ്ട് വറുത്തുകാണ്ടില്ല ചമ്മന്തി കേട്ടോ. ഞാൻ ചമ്മന്തി പൊടി ഉണ്ടാക്കലുണ്ട്, പക്ഷേ ഇപ്പോൾ കുറേ ആയി ഉണ്ടാക്കിയിട്ട്. അതിങ്ങനെ വറുത്ത് ചമ്മന്തി അരച്ചാലും നല്ല ടേസ്റ്റാണല്ലോ. അപ്പം അങ്ങനെയാണ് കേട്ടോ അന്ന് കൊടുത്തയച്ചിക്കണ്. അങ്ങനെ ഈ ചമ്മന്തിക്കുള്ളത് ഞാനിങ്ങനെ വറുത്ത് തേങ്ങയും സവാളയും ഒരു വറ്റൽമുളകും പിന്നെ കുറച്ച് മുളകും പൊടി ഉപ്പും ഒരു ചെറിയ കഷ്ണം പുളിയും ഒക്കെ പാടിട്ട് പിന്നെ കറിവേപ്പിലയൊക്കെ പാടിട്ടുങ്ങാണ്ട് നല്ലോണം ഒന്ന് വറുത്തെടുത്ത് അതുകൊണ്ട് ചട്ടിനി ഉണ്ടാക്കിക്കാട്ടോ. പിന്നെ അത് ഞാൻ ഇന്ന് മാറ്റിയാൽ ചമ്മന്തിക്ക് മാറ്റിയതാണ്, കുറച്ച് മതിയല്ലോ, ഒക്കെ മാത്രം മതിയല്ലോ. ഇങ്ങനെയാണ് കേട്ടോ ഞാൻ എല്ലാ ചമ്മന്തി മാതിരി എല്ലാം ഉണ്ടാക്കിക്കണം കേട്ടോ. ഇങ്ങനെ ഒഴിച്ച് കഴിക്കാൻ വേണ്ടിയാണ് ഉണ്ടാക്കിയത്. മറ്റേ അങ്ങനെ ഉണ്ടാക്കലുണ്ട് ചമ്മന്തി മാതിരി, അതും നല്ല ടേസ്റ്റാണ്. അപ്പം അതൊക്കെ കഴിഞ്ഞു ഇതൊക്കെ പറഞ്ഞയച്ച് പിന്നെ ഞാൻ പാത്രം ഉണ്ടായിരുന്നു കഴുകാൻ, അത് കഴുകട്ടെ. പിന്നെ മീൻ കിട്ടിയിരിക്കണ്, മീൻ നന്നാക്കി അത് വെക്കണം, പൊരിച്ചണം. അതിൽ പോകുമ്പോഴത്തേനൊന്നും പിന്നെ മീനൊന്നും കിട്ടില്ല, ഒരു 9 മണി 9:15 ആവും മീൻ കിട്ടുമ്പോൾ. അങ്ങനെ അതൊക്കെയാണ് കേട്ടോ. പാത്രം കഴുകി വെക്കട്ടെ എഴുതി അങ്ങനെ പാത്രം കഴുകുകയാണ്. പിന്നെയെന്ന് പറഞ്ഞാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാതെ കേട്ടോ കാണുന്നത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എപ്പോഴും പറയുന്നതാണ്, അതുകൊണ്ട് ആരും മടിച്ചണ്ട. വേഗം തന്നെ സബ്സ്ക്രൈബ് മറക്കാതെ ചെയ്തോളി, എന്നിട്ട് അങ്ങോട്ട് കാണാം പിന്നെ വീഡിയോ ഒക്കെ. അപ്പോൾ ഇതാണ് മീൻ കേട്ടോ. അതിൽ ഞാൻ ഇച്ചിരി വിനാഗിരിയും കുറച്ച് ഉപ്പിട്ടുകൊണ്ട് നല്ലോണം വെച്ചതേനു, കഴുകാൻ വെള്ളത്തിലിട്ട് വെച്ചതേനു കേട്ടോ. അങ്ങനെ ആകുമ്പോൾ നല്ല വൃത്തി കിട്ടും നമുക്ക് കഴുകിയെടുക്കാൻ. അങ്ങനെ കുറച്ച് സമയമായി അങ്ങനെ ഇട്ട്. ഇനിയിപ്പോൾ ഞാനത് മാറ്റട്ടെ. ഇന്ന് നമുക്ക് 4 കഷ്ണം എടുത്ത് പൊരിച്ചും ചെയ്യാം, ബാക്കി കറിയും വെക്കാമെന്ന് കരുതി നിൽക്കുക കേട്ടോ. അങ്ങനെ മീനൊക്കെ കഴുകി വാരി ഇനി നമുക്ക് അതിക്ക് മസാലകളൊക്കെ കൂട്ടണം. പിന്നെ പൊരിച്ചാൽ മാറ്റി വെച്ചങ്ങാണ്ട് വേഗത്തിൽ അതിൽ മസാല കൂട്ടി വെച്ചാൽ നമുക്ക് എല്ലാ പണിയും ഒരുങ്ങുമ്പോഴത്തേനും അത് പൊരിച്ചെടുക്കാമല്ലോ. അതിന് അതിൽ അരപ്പൊക്കെ പിടിച്ചും ചെയ്യും. അപ്പം അതിന് വേണ്ടിയിട്ടാട്ടോ വേഗം. അപ്പം എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? പിന്നെ എന്തായാലേ മലപ്പുറത്തൊക്കെ ഭയങ്കര നിപ അത് ഇത് എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ മലപ്പുറത്ത് പോകാൻ ടിക്കറ്റൊക്കെ എടുത്തിരുന്നു. ഞങ്ങളതൊക്കെ ക്യാൻസൽ ചെയ്തു കേട്ടോ. കാരണം എന്താ വെച്ചാൽ നമ്മളിപ്പോൾ ഈ നാട്ടിൽ നിന്ന് ഇത്രയും ദൂരത്തു നിന്ന് അവിടെ ചെന്നാണ്ട് നമ്മളത് ആരുടെയും കല്യാണത്തിനാണ് പോകാൻ നിൽക്കുന്നത്. അപ്പം അങ്ങനെ കല്യാണത്തിന് ചെന്ന് ആരെങ്കിലും ഒന്ന് തട്ടിമുട്ടി നമ്മളെ കൂടെ വന്ന ഒരു വെറുതെ ഒന്നും അറിയാത്ത നാട്ടിൽ നമ്മളും കൂടുന്ന ഇടണ്ടേ. അപ്പോൾ ഒരാൾ രക്ഷപ്പെടുത്തിയാൽ ചിലപ്പോൾ ഒരു നാട് മുഴുവൻ രക്ഷപ്പെടും. അപ്പോൾ അത് വിചാരിച്ചൊരു കല്യാണത്തിന് പോകാതെ ഞങ്ങളതൊക്കെ ക്യാൻസലാക്കി ഇവിടെ തന്നെ ഇരിക്കുക കേട്ടോ. കല്യാണം എന്ന് പറഞ്ഞാൽ ആരതാ വെച്ചാൽ നേരെ ആങ്ങളുടെ കുട്ടീൻ്റെ കല്യാണമാണ്. നേരെ ആങ്ങളെന്ന് പറഞ്ഞാൽ അമ്മാൻ്റെ അനുജത്തിൻ്റെ മകൻ്റെ മകനാണ് കേട്ടോ കല്യാണം. ഒരു മോനെന്നെ ഉള്ളൂ, എൻ്റെ കല്യാണമാണ്. ഇനി അവിടെ കല്യാണമില്ല, പറഞ്ഞിട്ടും എന്താ കാര്യം, ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ അസുഖങ്ങൾ നമ്മളെ കാത്തൊന്നും നിൽക്കൂലല്ലോ അല്ലേ. നമ്മളെ കല്യാണമാണ്, അതാണ് ഇതാണ്. പിന്നെ അപ്പോൾ ആ കുട്ടീൻ്റെ കാര്യം നിരീച്ചാൽ കുട്ടീനെ 10-14 വയസ്സ് വരെ വളർത്തിണ്ടാക്കിയ ആ തന്തക്കും തള്ളക്കും ഇല്ലൊരു വിഷമം എത്ര ഉണ്ടാവില്ലേ. അങ്ങനെയൊക്കെ ചിന്തിച്ചുമ്പോൾ അപ്പം അങ്ങനെയൊക്കെയാണ്. അപ്പം നമ്മളെ മീൻ ഇവിടെ കൂട്ടിയൊക്കെ വെച്ചു. ഇനി നമുക്ക് കറി അടുപ്പത്ത് വെച്ചിക്കണേക്ക് ഇനി തിളക്കുമ്പോൾ നമ്മളെ മീൻ ഇട്ട് കൊടുക്കട്ടോ.
കുറച്ച് മീനയിക്കിടാ, ബാക്കി നമുക്ക് പൊരിച്ചും ചെയ്യാതിങ്ങാണ്ടാണ്. 2 സൈസ് മീനേന്. അപ്പോൾ ഇച്ചിരി രണ്ടിന്ന് ചീച്ചെടുത്താണ്ട് പൊരിച്ചും ചെയ്ത് കറി കൂട്ടിക്കണം അങ്ങനെ കേട്ടോ. അപ്പം മഴയൊന്നും ഇല്ലെന്ന്, നല്ലൊരു ദിവസമാണ്. ഇപ്പം 2 ദിവസമായിട്ട് ഇവിടെ അങ്ങനെ വല്ലാതെ മഴയില്ല. അതുകൊണ്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ കേക്കിട്ടാൽ ഉണങ്ങണമുണ്ട്. പിന്നെ ഇപ്പം ഇടയ്ക്കൊക്കെ മഴ പെയ്യും വേണം, മഴക്കാലമല്ലേ. അപ്പം അങ്ങനെയൊക്കെയാണ്. പിന്നെ ഇപ്പോൾ രാവിലെ എണീച്ചാൽ ആദ്യം നോക്കണ അർജുന അതിനെ കിട്ടിയോന്നാട്ടോ. അങ്ങനെ ഒരു വിഷമമുണ്ട്. അതും കൂടി തീർന്ന് കിട്ടിയാൽ മതിയേനുലേ റബ്ബേ. ഇങ്ങനെ പെട്ടെന്ന് കിട്ടിയാൽ മതിയേനു. 5-8 ദിവസമായി. എല്ലാവരും പ്രാർത്ഥിച്ചണൊക്കെ ഉണ്ട്. എവിടെയാണ് എന്താണെന്നൊന്നും നമുക്കറിയില്ലല്ലോ. ഏതായാലും ഇനിയെങ്കിലും പെട്ടെന്ന് കിട്ടട്ടെ. അപ്പോൾ മീൻ ഇതാ പൊരിച്ചെടുക്കുക കേട്ടോ. കുറേ ദിവസമായിനും പിന്നെ വീഡിയോ എടുത്താലും ഇടാനൊന്നും തോന്നുന്നില്ല. അങ്ങനെ അവിടുത്തെ ഓരോ കഥ ഇങ്ങനെ കേൾക്കുമ്പോൾ അത് കേട്ട് ഇങ്ങനെ ഇരുന്ന് സമയം ഒരുപാടാവും. അപ്പോൾ വീഡിയോ ഒന്നും നമുക്ക് നോക്കൂല. അങ്ങനെ ആയി 2-3 ദിവസം ഷോർട്സ്, അതും ചെറിയ വീഡിയോസൊക്കെ ഇട്ടിക്കാണ് കേട്ടോ. അതൊക്കെ ഇങ്ങനെ കഴിഞ്ഞ് നമ്മൾ അടുക്കളയിലൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മളെ ഫ്രിഡ്ജിൽ ഇനി പച്ചക്കറി കൊടുന്നതൊക്കെ കഴിഞ്ഞിരിക്കണം കേട്ടോ. അപ്പം അങ്ങനെ തീരുമ്പോഴാണ് ഞാൻ അതിൻ്റെ ഉള്ളൊക്കെ തുടച്ച് വൃത്തിയാക്കൽ. അപ്പം ഇനി ഇതന്നെ ഉള്ളു ബാക്കി. ഇനി നമുക്ക് അതിലേക്ക് പച്ചക്കറി കൊണ്ടുവരുമ്പോഴത്തേന് അതൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയാണ്ട് ബാക്കിയില്ല പച്ചക്കറി കേട്ടോ. അതൊന്നും നല്ലോണം കേകിങ്ങാണ്ട് പാത്രത്തിൽ കൂടെ ആക്കി വെക്കട്ടെ. തക്കാളിയൊക്കെ കുറച്ചുള്ളെങ്കിൽ ഞാൻ ഇങ്ങനത്തെ പാത്രത്തിലാക്കി വെക്കും. കുറേ ഉണ്ടെങ്കിൽ പിന്നെ ഞാൻ വേറൊരു പാത്രത്തിലാക്കി വെക്കും. പിന്നെ വെണ്ടക്ക, പിന്നെ 2 കൊത്തവരല്ലേ, അതൊക്കെ തന്നെ ഉള്ളൂ. ഇനി 2 പച്ചമുളകും അതൊക്കെ തന്നെ ഉള്ളൂ ബാക്കി. അപ്പം ഇനി നമുക്കൊക്കെ കൊടുന്നിട്ട് വേണം. അപ്പം ഞാൻ എന്ത് കരുതി, ഫ്രിഡ്ജിൻ്റെ ഉള്ളൊന്ന് നല്ലോണം തുടച്ച് നന്നാക്കി കരുതിങ്ങാണ്ട് ആ പാത്രം, പച്ചക്കറി ഇട്ടേക്കണ പാത്രം എടുത്തുകൊണ്ട് ആദ്യം കേകി നന്നാക്കി അയക്കി ഞാൻ ബാക്കി അതിനൊക്കെ കേകിങ്ങാണ്ട് നല്ലോണം ഇതാക്കി അതിൽ വെച്ചിക്കണ്. അപ്പോൾ അതിന് നമ്മളെ മീനും വെന്തു, കറിയൊക്കെ വെന്തു. ഇനി നമുക്ക് ഇത് തുടച്ച് വൃത്തിയാക്കി അങ്ങനെ റെഡിയാക്കി അന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുമല്ലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പം പുതിയ നല്ല വീഡിയോ ആയിട്ട് ഞങ്ങൾ നാളെ വരാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും. ബൈ.